അതെ, അവരൊരു കോംപ്രമൈസിന് ശ്രമിച്ചു, ആ കുടുംബമായിട്ട് ശ്രമിച്ചു, അവർക്കൊരു എഗ്രിമെൻ്റൊക്കെ കൊടുത്തു. അവസാനം ആ എഗ്രിമെൻ്റ് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചൊളിവിൽ അല്ലേ മേടിച്ചുകൊണ്ട് പോയതല്ലേ നമ്മൾ അവസാനം കണ്ടത്. ഇങ്ങനെ ഒരു നാട്ടിലെ ഒരാൾക്കും ഒരു വിശ്വാസ്യത ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പെരുമാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വളരെ നമുക്ക് മനസ്സിലാക്കാനും വ്യക്തമാക്കാനും വേണ്ടി സാധിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിരുന്നു, അതേപോലെ തന്നെ ജില്ലാ നേതൃത്വം അതോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതെ, സംസ്ഥാന നേതൃത്വത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടിപ്പോൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എടുക്കുന്ന സമീപനം എന്താ? ഇപ്പോൾ സുധാകരൻ ഒരു അഭിപ്രായം, രമേശ് ചെന്നിത്തല വേറൊരു അഭിപ്രായം, വി ഡി സതീശൻ വേറൊരു അഭിപ്രായം. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലുണ്ട്. അവരിങ്ങോട്ട് വരുമെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ആര് പറഞ്ഞിട്ടാണ് ഈ പാർട്ടി പ്രവർത്തകർ, ഈ പാർട്ടി നേതാക്കന്മാർ കേൾക്കുക? ശരിക്കും പറഞ്ഞാൽ ഒരു അരാജകത്വം അല്ലേ, ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അരാജകത്വം. ആ അരാജകത്വം പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു പോയി നാട്ടിലും അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇക്കാലം അത്രയും ഈ രാജ്യം ഭരിച്ച ഒരു കോൺഗ്രസ് പാർട്ടി ഈ സമൂഹത്തെ ഇങ്ങനെ നയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുക? ഇതാണ് ഒരു പൊതുസ്ഥിതി. ജോസേട്ടൻ്റെ മരണത്തിന് ജോസേട്ടൻ തന്നെ എഴുതി വെച്ചത് തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദി കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് അദ്ദേഹം കൃത്യമായി എഴുതി വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. പോലീസ് ഈ വിഷയം തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സ്ഫോടക വസ്തുക്കളെ കണ്ടെത്തിയതിന് ശരിക്കും യഥാർത്ഥ പ്രതികളിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല. ഒരാളെ അന്വേഷിക്കുന്ന ഒളിവിലാണെന്നൊക്കെ പറയുന്നതല്ലാതെ ആരും പിടികൂടിയിട്ടില്ല. അതിനെങ്ങനെയാണ്? അതെ, അതായത് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇപ്പോൾ സ്ഫോടക വസ്തു ഒരു കാരണവശാലും കൈവശം വെക്കാൻ വേണ്ടി പാടില്ല എന്നല്ലോ നമുക്ക് നിയമം. അപ്പോൾ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടി, തങ്കച്ചൻ്റെ വീട്ടിൽ ഇങ്ങനെ സ്ഫോടക വസ്തു ഉണ്ടെന്ന്. പോലീസ് സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ പോലീസ് ബാധ്യസ്ഥനാണ്. പോലീസ് പോയി അന്വേഷിച്ചു. അങ്ങനെ സ്ഫോടക വസ്തുക്കളും മദ്യമെല്ലാം പിടിച്ചെടുത്തു. ആ വകുപ്പ് പ്രകാരം മദ്യത്തെ കസ്റ്റഡി എടുത്തു. ഇയാൾ ജയിലിൽ പോയി. അതാണ് പോലീസ് അന്വേഷിച്ചു. ആ അന്വേഷണം തുടരുകയാണ്. ആ തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മദ്യം വാങ്ങിച്ച ഒരാളെ കസ്റ്റഡി എടുത്തല്ലോ, ഒരാളെ കസ്റ്റഡിയിലെടുത്തു. അയാളിപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ അത് കൊണ്ടുവന്ന ആളെന്ന് പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒളിവിലാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കുമ്പോൾ അയാൾ കസ്റ്റഡിയിലെടുക്കും. അയാളെ കസ്റ്റഡിയിലെടുക്കുന്നതോട് കൂടിയിട്ട് കൂടുതൽ തെളിവുകൾ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ജോസ്നല്ലാടത്തിൻ്റെതായിട്ടൊരു പറഞ്ഞ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച വന്നു. കാരണം മുൻപ് അദ്ദേഹം ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ടുണ്ട് ജനജാഗ്രത സമിതിയുടെ ഭാഗമായിട്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു വസ്തുത അന്വേഷിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് അത് അന്വേഷിക്കാറ്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല, അതിലൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് വന്നു എന്നാണ് അദ്ദേഹം തന്നെ. അല്ല, പോലീസിൻ്റെ അടുത്തൊരു വീഴ്ച ഉണ്ടായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ഒരു സ്ഫോടക വസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് അത് സഡൻലി അല്ലേ അത് എൻക്വയറി നടത്തുക, അത് കസ്റ്റഡി എടുക്കുക, അത് പരിശോധിക്കുക എന്നുള്ളതിനാണ്. അതിൻ്റെ തുടർപ്രവർത്തനം തന്നെയാണ് പോലീസ് ചെയ്തത്. അപ്പോൾ പോലീസ് അത്തരം കാര്യത്തിൽ തിടുക്കം കാണിക്കണമല്ലോ. ഒരു സ്ഫോടക വസ്തുവാണ് ഒരാൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ എത്രയും പെട്ടെന്ന് അത് അന്വേഷിക്കുക, കസ്റ്റഡി എടുക്കുക, അതിൻ്റെ പ്രതികളെ പിടിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ദൗത്യം തന്നെയാണ്. അതിൽ തെറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന് തുടർന്നുള്ള എൻക്വയറിൻ്റെ ഭാഗമായിട്ടാണ് അത് വാങ്ങിയ ഒരാളിപ്പോൾ കസ്റ്റഡി എടുത്തത്. അയാൾ ജയിലിലാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനീഷിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് മരിച്ചെന്ന് പറയുന്ന ജോസേട്ടൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പോലീസിന് ഒരു തിടുക്കം ഉണ്ടാവണ്ടേ, ഈ കാര്യത്തിൽ തിടുക്കം ഉണ്ടാവണ്ടേ? അതെ, പോലീസ് ഇപ്പോൾ പോലീസ് ക്രൈം ബ്രാഞ്ചുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, പല വിങ്ങിലുള്ള പോലീസുകളും ഉണ്ട്. പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണ്. അതെ, ഇപ്പോൾ ആദ്യം നമ്മൾ സ്ഫോടക വസ്തു മദ്യം എന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ പോലീസ് ആദ്യം അതാണ് എൻക്വയറി നടത്തുക, അതാണ് കസ്റ്റഡി എടുക്കുക. അതിന് ശേഷമാണ് ഈ വാങ്ങിയ ആളെ കസ്റ്റഡി എടുക്കുന്നത്. സെക്കൻഡ്. മൂന്നാമത്തത് അനീഷ് എന്ന് പറയുന്ന ആളെ പ്രതിയെടുത്ത് ഇയാളെ കസ്റ്റഡി എടുക്കാൻ വേണ്ടിയുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ തങ്കച്ചൻ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ ചില ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ അന്വേഷണവും നടപടിയും ഊർജിതമാക്കിയത്.
അങ്ങനെയാണല്ലോ ഊർജിതമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഇനിയും ശക്തമായിട്ടുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിൻ്റെ സത്യം എന്ന് തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവന്ന് പൊതുസമൂഹം മുമ്പാകെ കൊണ്ടുവരണം. അത് പോലീസ് തീർച്ചയായിട്ടും കൊണ്ടുവരും, ഈ ഗവൺമെൻറ് കൊണ്ടുവരും, ഉറപ്പാണ്.